ഈ കലാപത്തെക്കുറിച്ച് എടുത്തു പറയുന്ന വിമർശിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖർഗെയുടെയും ഒക്കെ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 8 കൊല്ലം മുമ്പ് വരെയുള്ള കണക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 30,000 വീടുകളിലാണ് ആകെ പൈപ്പ് വഴി കുടിവെള്ളം എത്തിയിരുന്നത്. ഇന്നിപ്പോൾ 2025 സെപ്റ്റംബർ 13 വരെയുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3.5 ലക്ഷം വീടുകളിൽ പൈപ്പ് വഴി കുടിവെള്ളം എത്തിയിട്ടുണ്ട്. ഇതും പറയില്ല, കാരണം ഇതും നരേന്ദ്രമോദിക്ക് അനുകൂലമാകും, അത് നമ്മൾ പറയാൻ പാടില്ല എന്ന ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും പറയില്ല. ഇനിയിപ്പോൾ എന്തായാലും പ്രധാനമന്ത്രിയോടും BJP-യോടുമുള്ള വെറുപ്പ് അത് മെയ്തേ വിഭാഗങ്ങളെ ഇളക്കി വിടുകയാണ് BJP എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടിപ്പിച്ചാലും 2026 തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ BJP അല്ലെങ്കിൽ NDA സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെയുള്ളത് ഒരു ട്രഡീഷണൽ റൈവലറിയാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രം വിചാരിച്ചാൽ തീരുന്ന ഒരു കാര്യമൊന്നുമില്ല. ആ ട്രഡീഷണൽ റൈവലറി നിൽക്കുന്നത് മെയ്തേയ്സ് ആൻഡ് കുക്കീസ് തമ്മിലാണ്. അതാണ് അവിടെ അവസാനിപ്പിക്കേണ്ടത്. അവിടെ ഈ ഹില്ലി റീജിയനും വാലീസും തമ്മിലുള്ള ഒരു സംഘർഷമാണ്. അപ്പോൾ ഈ ഹില്ലി ഏരിയയിൽ താമസിക്കുന്നവരും വാലീസിൽ താമസിക്കുന്നവരും തമ്മിൽ അവരുടെ പല രീതികളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം അവരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. ഒരുപക്ഷെ വികസനം വരുമ്പോൾ അവർ മാറിയെന്ന് വരാം, വികസന പദ്ധതികൾ വരുമ്പോൾ മാറിയെന്ന് വരാം. നേരത്തെ പൈപ്പ് വഴി കുടിവെള്ളം എത്താതിരുന്ന കാലത്ത് നിന്നും അവരിപ്പോൾ 3.5 ലക്ഷം വീടുകളിലേക്ക് എന്ന രീതിയിലേക്ക് മാറിയില്ലേ? അതുപോലെ തന്നെ ചികിത്സാ സൗകര്യങ്ങൾ അവർക്ക് കൂടിയില്ല. അപ്പോൾ അതുപോലെ വികസനം വരുമ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവിത രീതികളിൽ മാറ്റം വരുമ്പോൾ ഈ സംഘർഷങ്ങളും അവസാനിച്ചേക്കാം. അപ്പോൾ ആ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ ഒരു കാലത്തും സമാധാനം വരില്ല എന്ന മട്ടിലുള്ള ഒരു കാഴ്ചപ്പാടോടെയല്ല ഈ വിഷയങ്ങളെ കാണേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം.